എങ്ങനെ നിൽക്കുന്നു എന്നതുപോലെ തന്നെയാണ് എവിടെ നിൽക്കുന്നു എന്നതും. ഈ ചെറിയ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ പൂന്തോട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ച് രാജാവിനോട് പറഞ്ഞു, ഗുരുവിൻ്റെ തോട്ടം മുഴുവൻ പൂക്കളാണ്, സുഗന്ധവും നിറവും ഒന്ന് വേറെ തന്നെ, അങ്ങൊന്ന് പോയി കാണണം. നൂറുകണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന പൂന്തോട്ടമുള്ള രാജാവിന് ഒരു സന്യാസിയുടെ തോട്ടം കാണാൻ മടി. എങ്കിലും രാജാവ് സമ്മതിച്ചു. രാജസന്ദർശനത്തെക്കുറിച്ച് ഗുരുവിന് അറിയിപ്പും നൽകി. പിറ്റേന്ന് പൂന്തോട്ടം കാണാനെത്തിയ രാജാവും പരിവാരങ്ങളും സ്തംഭിച്ചുപോയി. അവിടെ ഒരു പുഷ്പം മാത്രം. ഗുരു പറഞ്ഞു, ഒരുപാടെണ്ണം നിൽക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഈ പുഷ്പം അങ്ങ് ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ പറിച്ചു മാറ്റി നട്ടു. ഏറ്റവും ശ്രേഷ്ഠമായതിന് ഏറ്റവും വിശിഷ്ടമായ സ്ഥാനവും ഉണ്ടാകും. ആൾക്കൂട്ടത്തിനിടയിലെ അസാധാരണത്വം പലപ്പോഴും അദൃശ്യമായിരിക്കും, അല്പം കഴിയുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. എങ്ങനെ നിൽക്കുന്നു എന്നതുപോലെ തന്നെയാണ് എവിടെ നിൽക്കുന്നു എന്നതും. ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് നിലനിൽപ്പിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടി വരില്ല. നമുക്ക് നമ്മൾ തന്നെ അരങ്ങൊരുക്കണം. ആളൊഴിയുന്നതും കാത്തിരുന്നാൽ ഇരിക്കുന്ന സ്ഥലം ആജീവനാന്ത വിശ്രമ സ്ഥലമാകും. എത്ര നല്ല വിളവായാലും വേർതിരിക്കപ്പെടും. നെല്ലും പതിരും മാത്രമല്ല, നല്ലതും മികച്ചതും തമ്മിലും തൃപ്തികരമായതും ഗുണകരമായതും ഉത്തമമായതും ഒരുമിച്ച് കൂട്ടിവെച്ചാൽ ഒന്നിനും മൂല്യമുണ്ടാവില്ല. മാറ്റി നിർത്താനാകാത്ത മികവാണ് കാര്യക്ഷമതയുടെ മാറ്റി നിർണ്ണയിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.